കാന്താര 2 സിനിമയ്ക്ക് പിന്നിലെന്ത്? അപകടങ്ങൾ, ദുർമരണങ്ങൾ, എന്താണ് ഇതിന് കാരണം? കാന്താര സിനിമയുടെ ആദ്യ ഭാഗം പ്രേക്ഷകരെ അത്ഭുതത്തിലാഴ്ത്തിയിരുന്നു. പ്രകൃതിയോടുള്ള ആത്മബന്ധം സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഭക്തിയും ഭയവും നിറഞ്ഞ ദൃശ്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അത് വൻ വിജയമായി മാറി. ഇതിന്റെ തുടർച്ചയായി കാന്താര 2 പ്രഖ്യാപിക്കപ്പെട്ടു. ആരാധകർ അതിനായി കാത്തിരിക്കുകയുമാണ്. എന്നാൽ പുതിയ ഭാഗം വലിയ പ്രശ്നങ്ങൾക്കിടയിലേക്കാണ് കടന്നു പോകുന്നത്. തുടർച്ചയായ അപകടങ്ങളും മരണങ്ങളും ആശങ്കയിലായി. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ രാജേഷ് പൂജാരി മരണപ്പെട്ടു. ഒരു വിവാഹ ചടങ്ങിനിടയിലാണ് രാജേഷിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേ സിനിമയുടെ ഭാഗമായിരുന്ന MF കപിലും മരിച്ചു. 2025 മെയ് 6 കൊല്ലൂരിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു അപകടം. സൗപർണിക നദിയിൽ വീണ് ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. ഇതിലുപരി വലിയൊരു വാഹന അപകടവും നടന്നു. 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞു. മുതൂരിൽ കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനാലാണ് അപകടമുണ്ടായതെന്നായിരുന്നു റിപ്പോർട്ട്. അപകടത്തിൽ ചെറിയ പരുക്കുകൾ മാത്രമാണ് ഉണ്ടായത്. അതിനുശേഷം സെറ്റിന്റെ ഭാഗം കാറ്റിൽ തകർന്നു വീണു. ഇത് സാമ്പത്തികമായും മാനസികമായും വലിയ തിരിച്ചടിയായിരുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. വനം വകുപ്പും ഇടപെട്ടു. കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നിയമപ്രശ്നങ്ങളും പരിസ്ഥിതി വിമർശനങ്ങളും ഉയർന്നു. ചിലർ സിനിമയെ ശാപിത സിനിമയെന്നും വിളിച്ചു. ഇതെല്ലാം മറികടന്നാണ് അണിയറക്കാർ പ്രതീക്ഷയോടെ മുന്നേറുന്നത്. ചിത്രത്തിനായി പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട്. കാന്താര 2 റിലീസ് തീയതി ഒക്ടോബർ 2 പറയപ്പെടുന്നത്. നേരിട്ട അപകടങ്ങളാലും പ്രതിസന്ധികളാലും കാന്താര 2 മുന്നേറുകയാണ്. അവസാനം തിയേറ്ററിലെത്തുമ്പോൾ അതൊരു പ്രാർത്ഥനയുടെ ദൃശ്യമായി മാറും. ദുഃഖങ്ങൾ തരണം ചെയ്ത ചിത്രമായി മാറും. പിന്നിൽ വേദനയുള്ള പ്രോജക്റ്റ് ആണെങ്കിലും അത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നാണ് സിനിമാക്കാർ ഉറപ്പു നൽകുന്നത്. കഷ്ടങ്ങളെല്ലാം തരണം ചെയ്ത് കാന്താര 2 ദൃശ്യവൈഭവമായി പറക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.